എല്ലാ കൂട്ടുകാർക്കും ടെക് ബ്രോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മറ്റൊരാളുടെ ലൊക്കേഷൻ എളുപ്പത്തിൽ കണ്ടെത്താമെന്നൊരു യൂട്യൂബ് വീഡിയോ ഒന്ന് കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം കുറെ വീഡിയോകൾ ഇതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അതുവഴി നമുക്ക് ലൊക്കേഷൻ കണ്ടെത്താം എന്ന് ഈസി ആയിട്ട് ചെയ്യുന്ന വീഡിയോകൾ കണ്ടു. പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടായി, ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഒരാളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം, അതിന്നിട്ട് അതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കാം. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കിട്ടുമോ എന്നുള്ളത്. വീഡിയോകളിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവരിപ്പോഴുള്ള കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ പിൻകോഡ് സഹിതം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ്. എന്തായാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് സത്യമാണോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇങ്ങനെയുള്ള വീഡിയോകളെല്ലാം ഫേക്കാണ്, ഒരിക്കലും ലൊക്കേഷൻ കണ്ടെത്താൻ പറ്റില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇന്നത്തോടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പം എൻ്റെ സ്ഥലം കൊല്ലമാണ്. മാത്രമല്ല ഞാൻ എൻ്റെ 2 ഫോണുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ ലൊക്കേഷനും പിൻകോഡും എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഇതിൽ കിട്ടുന്ന അഡ്രസ്സ് തമ്മിൽ അല്ലെങ്കിൽ ആ ലൊക്കേഷൻ ഫേക്ക് ആണോ അല്ലെങ്കിൽ സത്യമാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുക. iplogger.org എന്ന് പറഞ്ഞ സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് ഏതെങ്കിലും ഒരു ലിങ്ക് കൊടുക്കുക. ഞാനിപ്പം ഞങ്ങളുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോയുടെ ലിങ്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് ലിങ്കോ അല്ലെങ്കിൽ ഏത് ലിങ്കോ ആണെങ്കിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. സ്വന്തമായിട്ടുള്ള ലിങ്ക് തന്നെ വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. എന്നിട്ട് URL ഷോർട്ടനർ എന്ന് പറയുന്ന അവിടെ നമ്മളിത് പേസ്റ്റ് ചെയ്ത് ഇത് ഷോർട്ടൻ ചെയ്തെടുക്കണം. അത് കുറച്ച് സെക്കൻഡുകൾ മാത്രമേ എടുക്കത്തുള്ളൂ. നമുക്ക് അതിനകത്ത് ടേംസ് ഓഫ് കണ്ടീഷൻ ഒക്കെ എഗ്രി ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ വരുന്നുണ്ട്, അതെല്ലാം ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പേജ് ലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗൂഗിൾ ഷോർട്ട് URL എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിന്റെ നേരെ പോകാൻ നേരത്ത് ക്ലിക്ക് ഹിയർ ടു ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ കൊടുത്ത ലിങ്ക് ഷോർട്ടൺ ചെയ്ത് കിട്ടും. അതവിടെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും റൈറ്റ് സൈഡിലായിട്ടുണ്ട്. കോപ്പി ചെയ്തെടുക്കാം. ഇനി ഈ കോപ്പി ചെയ്തെടുത്തത് നമുക്ക് നമ്മുടെ ഏത് സുഹൃത്തിൻ്റെ ലൊക്കേഷനാണോ അറിയേണ്ടത് ആ സുഹൃത്തിൻ്റെ ലൊക്കേഷനിലേക്ക് ആ സുഹൃത്തിൻ്റെ മൊബൈലിലേക്ക് നമുക്കിത് അയച്ചു കൊടുക്കാം. അതിന് SMS വാട്സാപ്പോ മെസ്സഞ്ചറോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഞാനിവിടെ SMS വഴിയാണ് അയക്കുന്നത്. ആ സുഹൃത്ത് ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ നമുക്കതിന് IP അഡ്രസ്സ് ലഭ്യമാകുന്നതാണ്. അതിനായിട്ട് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഇതിൻ്റെ ID നമ്മൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിന് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് iplogger ID എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാണാൻ പറ്റും. അത് കുറച്ച് സംഖ്യകൾ നമ്പറൊക്കെ ചേർന്നായിരിക്കും. അത് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കണം. അത് കോപ്പി ചെയ്തെടുത്തിട്ട് വീണ്ടും ബാക്കിലോട്ട് വരിക. കമ്പ്യൂട്ടറിലാണെങ്കിൽ മൊബൈലിലാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് വ്യൂ iplogger എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, 6ാമതായിട്ട് കിടക്കുന്നതാണ്. അവിടെ നമ്മൾ ഈ ID കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത്. അവിടെ ഈ ID പേസ്റ്റ് ചെയ്ത ശേഷം വ്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ലോഡായിട്ട് വരും. അപ്പം സുഹൃത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിവിടെ അവരുടെ IP അഡ്രസ്സ് കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഒരാൾക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ, അതാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ IP അഡ്രസ്സ് ഓർ ISP എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. നമ്മളിനി ചെയ്യേണ്ടത് എന്തെന്നാൽ ഈ IP അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക എന്നാണ്. അത് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മറ്റൊരു സൈറ്റിലേക്കാണ് പോകേണ്ടത്. ആ സൈറ്റ് എന്ന് പറഞ്ഞാൽ www.iptracker.org എന്ന് പറഞ്ഞ സൈറ്റാണ്. ആ സൈറ്റിൽ പോയിട്ട് അവിടെ നമുക്ക് ഇതുപോലെ ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നമ്മൾ ലിങ്ക് പേസ്റ്റ് ചെയ്ത് താഴെ ട്രേസ് IP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട്. ഞാൻ കൊല്ലത്തിരുന്നാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് കണ്ടോ, തൃശ്ശൂരിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് കൊല്ലത്തിരിക്കുന്ന എൻ്റെ IP അഡ്രസ്സ് വെച്ച് ട്രേസ് ചെയ്തപ്പോൾ തൃശ്ശൂർ എന്നാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്ക യൂട്യൂബ് ചാനലും കാണിക്കുന്നത്. ഇനി നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ദൂരെ താമസിക്കാൻ ഒരു ചങ്ങായിയുണ്ട്, റേച്ചൂർ താമസിക്കുകയാണ്. അവന് ഈ ലിങ്ക് ഒന്ന് അയച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ ഒന്ന് നോക്കാം.
ഇനി നമുക്ക് നേരത്തെ ചെയ്ത സ്റ്റെപ്പുകളെല്ലാം പെട്ടെന്നൊന്ന് ഓടിച്ച് അതുപോലെ തന്നെ വീണ്ടും ഒന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിലാണ് അവൻ്റെത് ആൻഡ്രോയിഡ് ഫോൺ. കർണാടക എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഇത് ഇനി കൃത്യമാവുമോ എന്നറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും കൊല്ലത്തിരിക്കുന്ന എന്നാ തൃശ്ശൂർ എന്നാണ് കാണിച്ചത്. ഇപ്പം വന്നിട്ടുണ്ട്. നമ്മളത് IP അഡ്രസ്സ് പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ബാംഗ്ലൂർ അല്ല അവൻ്റെ കറക്റ്റ് സ്ഥലം. ഇനിയിപ്പോൾ അടുത്തെങ്ങാനും ആണോ, റൈച്ചൂർ എന്ന് പറഞ്ഞാൽ അടുത്താണോ അല്ലൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. റൈച്ചൂരാണെന്ന് മാത്രമേ അറിയുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അവനെ തന്നെ അയച്ചു കൊടുത്തിട്ട് ചോദിക്കാം എങ്ങനെ ഉണ്ട്, ഏതാണോ അവിടെ കറക്റ്റ് സ്ഥലവും ചോദിച്ചേക്കാം. ബാംഗ്ലൂർ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്ഥലം ചോദിച്ചപ്പോൾ റൈച്ചൂർ തന്നെയാണ്. എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. ജസ്റ്റ് 500 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനിപ്പോൾ 2 ട്രൈ ചെയ്ത് നോക്കി. ഒന്നെൻ്റെ സ്ഥലത്തിരുന്ന് ചെയ്ത് നോക്കി, അപ്പോൾ തൃശ്ശൂർ കാണിച്ചു. ഇപ്പം ബാംഗ്ലൂരിന് 500 കിലോമീറ്റർ അകലെയുള്ള സുഹൃത്തിനെ ചെയ്ത് നോക്കിയപ്പോൾ ബാംഗ്ലൂരാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ആക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി അഥവാ കണ്ടുപിടിച്ചാലോ കേരളം അല്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നറിയാം. അത് നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു കുറേ വീഡിയോകളുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് പറഞ്ഞു തരാൻ തോന്നി. അതിനാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.